ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റുന്നില്ല ഭാനുട്ടാ. നീ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയ നന്ദേട്ടൻ എന്ത് വിചാരിക്കും? ഇത്രയ്ക്ക് വെറുക്കപ്പെടാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്തോ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാനാവുന്നില്ല. നീ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പ് മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അതല്ല, ഇനിയും ആ മനുഷ്യനെ വെറുക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല. നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി വരുമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. പുറത്തു പോകാൻ പലതവണ വിളിച്ചതാ, ഞാൻ പോയില്ല. ഇപ്പോഴും വിളിച്ചിരിക്കുക, എനിക്ക് വയ്യ. എന്താ അതിരേത്? എന്തുദ്ദേശം നീ ഇങ്ങനെ തുടങ്ങുന്നത്? ഭാനു വാ കാപ്പുടിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ പോകുന്നത്. ഞങ്ങൾ നല്ല ഒന്നാന്തരം കുടുംബക്കാരാ. തൊട്ട് നിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എവിടെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കാണെന്ന് പറഞ്ഞു. ഞാൻ സമയം കളയുന്നില്ല. ഞാൻ പോകുന്നുണ്ട്. ആതിര വരുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നാ. ആര് പറഞ്ഞു വരുന്നില്ലെന്ന്? ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ, അല്ലേ അമ്മേ? അതെ. നോക്കി നിൽക്കാതെ പോയി റെഡി ആവണേ പോ. ജാതകത്തിൽ പൊരുത്തം കുറച്ച് കൂടുതലാണെങ്കിലും ജീവിതത്തിൽ അതങ്ങോട്ട് പ്രാക്ടിക്കൽ ആയിട്ടില്ലല്ലേ? ആ, ഇവളുടെ സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്, ശരിയാവും. ഇതല്ലേ ആതിര പഠിച്ച കോളേജ്? അതെ. ഇറങ്ങ. എന്തിനാ? ഇറങ്ങാൻ. എന്റെ ആലോചന വന്നപ്പോ താല്പര്യക്കുറവ് കാണിക്കാൻ ഒരു കാരണം ഇതായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് ആതിരയുടെ താല്പര്യങ്ങൾ ഒന്നും സറണ്ടർ ചെയ്യണ്ട. തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. അതല്ല, കൂട്ടുകാരികൾക്കൊപ്പം കുസൃതിയും കുന്നായ്മയും കാണിച്ച് നടക്കാൻ പറ്റാത്തത് ഈ വിഷമം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം. അല്ലേ? നിക്കേ, വൈകിട്ട് വിളിക്കാൻ ഞാൻ ഇവിടെ വരണോ അതോ ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരികളുമായിട്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവേ? ഇവിടെ വന്നാ മതി. മതിയല്ല? ഓക്കേ, ബൈ. അയ്യോ, നമ്മൾ എന്തായി കാണുന്നേ? വിശ്വാസം വരുന്നില്ല അല്ലേ? എങ്ങനെയെങ്കിലും ചാടി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എത്ര നേരത്തേക്കാ പരോളിൽ ഇറങ്ങിയിരിക്കുന്നത്? ഉടനെ പോണോ? പരോളല്ല വേണേ, ശരിക്കുള്ള മോചന. ഞാൻ പറഞ്ഞില്ലേ, ഈ കേസ് ആ വക്കീലിന്റെ കയ്യിൽ അത്ര എളുപ്പത്തിലൊന്നും ഒതുങ്ങില്ലെന്ന്. അയാൾ വക്കാലത്ത് ഒഴിഞ്ഞോ അതോ വക്കാലത്ത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ? മനസ്സിലായില്ലടി, ഒന്ന് വിശദമായിട്ട് പറ. ഞാൻ കത്തിൽ എഴുതിയിരുന്ന പോലൊന്നും അല്ല. പിന്നെ ആ വില്ലൻ കട്ട് പുറത്തേ ഉള്ളൂ. മനസ്സ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ നീ കീഴടങ്ങിയോ? അയ്യോ ഇല്ല, കീഴടങ്ങിയാലോ ഒന്ന് ആലോചിക്കുക. ആരാ വന്നിരിക്കുന്നത് നോക്ക്. കാർമേഘം ഒഴിഞ്ഞ് ആകാശം തെളിഞ്ഞു തോന്നല്ലോ. വരൂ വരൂ, അകത്തേക്ക് വരൂ. വാ. നമസ്കാരം. വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കേ. ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ആര് സംസാരിച്ചു? ചേട്ടൻ. ഓ, ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നാ മതിയെന്ന്. അല്ലല്ല, നമ്മൾ അങ്ങോട്ട് എന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നാൽ മതി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇങ്ങേരോട് ഒരു മുടിഞ്ഞ മറവി. ഒരു കുറ്റമാണോ? ഏതായാലും ഞങ്ങളുടെ കടം തീർന്നല്ലോ. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ. പിന്നെന്താ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങാൻ പരിചയക്കാരുടെ വീടില്ലാതെ ശ്വാസം മുട്ടി ഇരിക്കുകയായിരുന്നു ഞാനും ചേട്ടനും. അല്ലേട്ടാ?
വല ചിലക്കാണ്ടിരി, ഇവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. വലേ അതെ, വസന്ത കോകില, നീളം കുറച്ച് വാല. തുടങ്ങിയ പിന്നെ ചീഫ് മിനിസ്റ്റർ വണ്ടി പോലെ നിർത്താൻ പാടാ. ഭയങ്കര തമാശക്കാരനാ, അതുകൊണ്ട് എനിക്കിവിടെ ബോറടിയില്ല. മിസ്സസ് നന്ദകുമാർ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ? ആതിരെ ഇതുപോലെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, പിന്നെ എല്ലാരുമായിട്ടും പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അയ്യോ, ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തില്ലേ? ഈ തൊട്ടാവാടിയെ വേറൊരു സ്ഥലത്തുനിന്ന് പറിച്ചു നട്ടല്ലേ, അതിന്റെ വാട്ടം ഒന്ന് മാറിയിട്ട് പോവാന്ന് വെച്ചു. അളിയാ, ഒരു മാസത്തെ വെക്കേഷൻ ഇപ്പൊ കോടതി അടയ്ക്കുമല്ലോ, അപ്പൊ ഒരു വിചാരണ പ്ലാൻ ചെയ്യണം. അയ്യോ, എന്നാ നമുക്കും കൂടെ ഒരു വിചാരണ പ്ലാൻ ചെയ്യാല്ലേട്ടാ? അയ്യോ വേണ്ട, വാദി പ്രതിയാവും. വന്നിട്ട് ഇത്രയും നേരമല്ലേ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? അയ്യോ, ഞാൻ ഇപ്പൊ അത് ഓർത്തതേ ഉള്ളൂ. ആ. ചേട്ടൻ വന്ന് തേങ്ങ തിരുവിത്ത, ഞാൻ അവര് നനയ്ക്കാം. വാ തേങ്ങ വാ. ചെല്ല് ചെല്ല്. ഇവരിരിക്കുന്നെന്നും പറഞ്ഞ് നാണിക്കൊന്നും വേണ്ട. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ, അല്ലെന്ന് നന്ദേട്ടൻ പറയട്ടെ. ആ തീർച്ചയായും. വന്നേ, നമുക്ക് അടുക്കളയപ്പാ. വാ. എന്തോ ഒരു വല്ലാത്ത മണം, കരിഞ്ഞ മണം വരുന്നല്ലോ. എന്റെ ഹൃദയം കരിഞ്ഞ മണമാണ്. അയ്യാ. ഇത് ഹൃദയമല്ല, അതിന്റെ തുണി കരിഞ്ഞ മണമാണെന്നാ തോന്നുന്നത്. അയ്യോ, എന്റെ ചുരിദാർ തേക്കാൻ വന്നിട്ട് പെട്ടി ഓഫ് ചെയ്തില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി വല്ലേ. ഓ, എനിക്ക് വയ്യ ഇയാളെ ഒരു മറവി. സാധാരണ എല്ലായിടത്തും ഭാര്യയാണ് ഭർത്താവിന് ഇസ്തിരി ഇട്ട് കൊടുക്കുന്നത്, ഇവിടെ നേരെ തിരിച്ച. ഒരു ചുരിദാറിന് പകരം നിലയ്ക്കാൻ 9 ചുരിദാർ മേടിച്ചു തരാൻ വല്ലേ, ഒരു സുബേദരം കൊണ്ടു തരാം വലയ്ക്കാൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞായിരുന്നല്ലോ ഇവരുടെ കല്യാണം. എന്നിട്ടും അവർ തമ്മിലുള്ള അടുപ്പം കണ്ടില്ലേ. പാചക കാര്യത്തിൽ എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാൻ വന്നിരിക്കും. ഓക്കെ? അതൊന്നും വേണ്ട. ആണുങ്ങൾ അടുക്കള കയറുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ വെക്കുന്നത് കുറ്റം പറയാ. ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ, ഞാൻ മറന്നുപോയി. അല്ല, ഉണ്ണിത്താനെന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പൊന്ന് ലെവൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് ഇതല്ലേ ഉള്ളൂ. കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ 1 കഴിഞ്ഞു. അല്ല, നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി, അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല, അതെന്ത് പറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താമെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നുമില്ല, അതാ കുഴപ്പം. അല്ല ഉണ്ണിത്താനെ, ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. നേമന തറവാട്ടിലേ ഞാൻ. അല്ല പിന്നെ അല്ല, ദേ വരും നമ്മുടെ വസന്തകോവിലം. നമ്മുടെ വസന്തകോവിലേ? അല്ല, നമ്മുടെ. അല്ല, അതേന്ന്. ആണോ? നമുക്ക് പോകാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിക്കാൻ മുറിച്ച്. ആരോട് ചോദിച്ചോണ്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? റോഡാണ് മോശമല്ലേ? അല്ല പിന്നെ. നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാന് ബാഹു, അത് നിനക്കറിയോ? ഓ, അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീട് എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ. കല്യാണം കഴിഞ്ഞോടെ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ച ഉണ്ടായി. പിന്നെ അയ്യോ. പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സ്റ്റൈലിന് ആണുങ്ങൾക്ക് പറയാം. പക്ഷെ ഇത് നനച്ചുണക്കി ചുവന്നു നടക്കുന്നതിന്റെ കഷ്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? അത് ശരിയാ. ഏത് ശരിയാ? എന്താ തന്റെ പേര്? ശിവശങ്കരൻ. ശിവശങ്കരൻ കേറ്. നന്നായിട്ട് കാറ്റ് കയറും. എന്തൊരു ഇത് സുഖം. എന്തോന്ന് അയ്യോ, സീറ്റ് ഇത്? അയ്യോ, അപ്പൊ ഞാനേ വരും. വരണ്ട, കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ അവിടെ മുടിഞ്ഞും മുടി തെളിച്ചും ശവം. ഓട്ടോ. സത്യം പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്താ ആശങ്ക? കാലം തെറ്റിയുള്ള വിവാഹമാവുമ്പോ വല്ല പ്രേമനിരാശവും പിടിപെട്ട് കെട്ടുപ്രായവും കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. ഇപ്പൊ ഉണ്ടോ? ഇല്ല. മറ്റൊരുവന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരുവളെ ഭാര്യയായി കിട്ടുന്നത് മഹാഭാഗ്യമാണല്ലേ? എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഉണ്ടോ? ദേ, നെഞ്ചിടിക്കുന്നുണ്ടല്ലേ? പേടിക്കണ്ട, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോന്തനും ഇല്ല. സത്യം? ദാ, സത്യമായിട്ടല്ലേ വിശ്വാസാവൂ? വേണ്ട, എനിക്ക് വിശ്വാസം. നന്ദേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. തുറന്നു പറയണം, ആതിരയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസം 3 ആയില്ലേ? എന്നെ ഇതുവരെ നന്ദേട്ടൻ കോടതിയിലൊന്ന് കൊണ്ടുപോയോ? അഡ്വക്കേറ്റ് നന്ദകുമാർ കോടതിയിൽ ഷൈൻ ചെയ്യുന്ന കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊതി കാണില്ലേ? അത്രേ ഉള്ളൂ. നല്ലൊരു കേസ് വരട്ടെ, അപ്പൊ കൊണ്ടുപോവാം. അപ്പൊ ഇപ്പൊ വക്കീലിന് കേസൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ ഉള്ളത് മോഷണം, പിടിച്ചുപറി, അതിർത്തി തർക്കം, ഇതൊക്കെയാ. ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വാദം തുടങ്ങട്ടെ, അപ്പൊ കൊണ്ടുപോവാം. മണി 12.
തൽക്കാലം കേസ് കിട്ടഴിക്കണ്ട, ബെഡ്റൂം അതിനുള്ളതല്ല കേട്ടാ. ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. വക്കീലെന്തി വഴി തള്ളിട്ട് പോയ? അങ്ങനെ വഴി തള്ളിയിട്ട് പോകുന്ന വക്കീലല്ല, ഇവിടെ അടുത്തൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ. ഇപ്പൊ എത്തും. എത്തിയല്ലോ. ഹായ്. എന്റെ അമ്മോ, ഭയങ്കര ആയുസാ. തല്ലി കൊന്നാലും ചാവൂല. ആ നന്ദേട്ടാ, നമുക്ക് ഓഫീസിലൊന്ന് കയറാം. എനിക്ക് മിസ്സിസ് ആതിര നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. പണ്ടാണെങ്കിൽ ആരോടും ചോദിക്കാതെ പറയാതെ വിളിച്ചോണ്ട് പോകാമായിരുന്നു. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അതിനെന്താ, നമുക്ക് പോകാലോ അല്ലേ? വന്നോന്ന് ആതിര നന്ദകുമാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് മാ. ഇനിയിപ്പോ ഓസിനൊന്നും പറ്റില്ല. അത് ശരിയാ. ജോലി ചെയ്യണമെങ്കിലേ ന്യായമായിട്ടുള്ള പേയ്മെന്റ് തന്നെ വരേണ്ടി വരും. പേയ്മെന്റ് തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം. മതിയോ? നിങ്ങൾ വിട്ടോ, ഞാൻ ബൈക്ക് വന്നോളാം. ഉണ്ണിയേട്ടൻ ഇത്ര ധൃതി വെച്ച് എങ്ങോട്ടാ? മരിക്കാൻ കോടതിയിലോട്ട്, അല്ല പിന്നെ എങ്ങോട്ടാ? എന്നും എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പതിവ് ഞാൻ നിർത്തി. അല്ല പോകുന്നത് പിന്നെ. നിർത്താൻ എന്താ സർക്കാരിന്റെ ആനുകൂല്യമാണോ? ഓ, അതിന്റെ കാരണം എനിക്കറിയേണ്ടത്. കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കളഞ്ഞില്ലല്ലോ. ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? ദാ. നിർത്തിക്കോ. പരുവുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്. എന്റെ കണ്ണുമറ്റത്ത് പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തോന്ന് വെളുത്ത ആദിവാസിയാ? സാർ, ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ. ആ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ തലയിറക്കം. നൗ ഷീസ് ഓക്കെ. അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു. റിയലി? വെരിഷിനോ? അകത്തുണ്ട്. ചെല്, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പോരാ. ഉറക്കമാണോ? ഏയ്